CPI സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ജനയുഗത്തിൽ എഴുതിയിരിക്കുന്നു. അത് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിട്ടുള്ള ഈ സർക്കാർ നിരാശപ്പെടുത്തി എന്നുള്ള രീതിയിലാണ്, ജനാധിപത്യ മര്യാദ കാട്ടിയില്ല സർക്കാർ എന്ന വിമർശനവുമായാണ് CPI സർവീസ് ജോയിന്റ് കൗൺസിൽ, സർവീസ് സംഘടനയുടെ ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടും ചർച്ചയ്ക്ക് വിളിക്കാത്തതാണ് സംഘടനയെ പ്രകോപിപ്പിച്ചത്. ചർച്ചയ്ക്ക് വിളിക്കാത്തത് സർക്കാരിന് അഭിമാന പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല എന്നും ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയസ് ചന്ദ്രൻ കല്ലിങ്കൽ 24നോട് പ്രതികരിച്ചു. നാളെയാണ് ജോയിന്റ് കൗൺസിലിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ DA കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 3 തന്നെ ജോയിന്റ് കൗൺസിൽ ചീഫ് സെക്രട്ടറിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചതല്ലാതെ സമരസംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല. ചർച്ചയ്ക്ക് വിളിച്ചില്ല. നമ്മൾ ചീഫ് സെക്രട്ടറിക്കാണ് നോട്ടീസ് കൊടുത്തത്. സാധാരണ ഈ ഭരണ തലവൻ എന്ന രീതിയിൽ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കാറുള്ളത്. ചീഫ് സെക്രട്ടറിയെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ്. അതായിരുന്നു ജനാധിപത്യ മര്യാദ. ആ മര്യാദ ഗവൺമെൻറ് കാണിച്ചില്ല. അത് എന്തെങ്കിലും അഭിമാന പ്രശ്നമെല്ലാം ഗവൺമെൻറ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു സംഘടന പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ആ സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവർ പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്. അത് സർക്കാർ പാലിച്ചില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രകടനപത്രികയിലെ വാഗ്ദാനം പാലിക്കാത്തതിലും CPI സർവീസ് സംഘടനകൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രണ്ട് പാർട്ടികളുടെയും ദേശീയ കമ്മിറ്റികൾ വളരെ അസന്നിഗ്ധമായി തന്നെ പങ്കാളിത്ത പെൻഷൻ അനാവശ്യമാണെന്നും പിൻവലിക്കപ്പെടേണ്ടതാണെന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. സാധാരണ രീതിയിൽ ഇടതുപക്ഷ കക്ഷികൾ ചെയ്യുന്നത് അവരുടെ പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുകയാണ്. ആ നയങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കമ്മീഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രസക്തമല്ലാത്ത കാര്യമാണ്. എന്തിനാണ് വീണ്ടും പഠനം നടത്തുന്നത് ജീവനക്കാരെ വഞ്ചിക്കാനാണ് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. വീണ്ടും പഠനം നടത്തേണ്ട ഒരു കാര്യമില്ല. ഒരു പഠന റിപ്പോർട്ട് വളരെ വ്യക്തമായി ഗവൺമെൻറ് മുന്നിലുണ്ട്. CPI സർവീസ് സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച നാളെ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകളും പണിമുടക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ കൂടി വന്നതോടെ പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചേക്കും. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.